ഹലോ മക്കളെ, അപ്പൊ നമ്മളെ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞില്ലേ സാറേ? തീർച്ചയായിട്ടും. യെസ്. അപ്പൊ ഒരുപാട് കുട്ടികൾ നമുക്ക് എന്ത് ചെയ്തിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ ഫിസിക്സിന്റെ വാലുവേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളായിട്ട് എന്ത് ചെയ്യാനുണ്ട്, പങ്കെടുക്കാനുണ്ട്. അതിനു മുമ്പേ നമ്മൾ ഇന്നലെ ലൈവ് എടുത്ത സമയത്ത് സാറേ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ MS-ന്റെ ക്ലാസ് കണ്ട ആൾക്കാരെ സംബന്ധിച്ച് അത് എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് എളുപ്പമാണ് കുട്ടിക്ക് ആയിട്ടുള്ളത്. പക്ഷേ അപ്പോൾ അതിന്റെ കൂടെ ടഫായ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു കവർ ചെയ്തെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് തിരിച്ചു വരാം. നോക്കൂ മക്കളെ, നമ്മൾ പിറകുന്നാട്ടോ പോകുന്നത്. അതായത് ഏറ്റവും വലിയ ചോദ്യം 18ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. നോക്കൂ, നമ്മുടെ ഈ ചോദ്യത്തിന് നമ്മുടെ ശ്രീമത് സാറ് കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ പറഞ്ഞു. ഇതിന് A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ സാറ് വളരെ വ്യക്തമായിട്ട് കണ്ടോ, ട്രാൻസ്ഫോമർ വരച്ചത് മുതൽ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുള്ള വ്യത്യാസവും എല്ലാം 4 മാർക്കിന്റെ ചോദ്യം ശരിക്കും സെറ്റാണ്. വിത്ത് ഫിഗർ ആണ് നമ്മൾ ചെയ്തത്. ഇത് പ്രഡിക്ഷൻ ആയിരുന്നു, കൃത്യമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട മുകളിലത്തെ ചോദ്യം അവിടെ നിങ്ങൾ കണ്ടോ, എന്താണോ ചോദ്യം വന്നത് ആ ഒരു ഫിഗർ അങ്ങനെ തന്നെ ശ്രീമത് സാറ് എന്തായിട്ടുണ്ട്, സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് അല്ലേ? കൃത്യമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് SLC മാർച്ച് അല്ലെ, പബ്ലിക് എക്സാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലൈവ് കണ്ട എല്ലാവർക്കും എന്തുണ്ടായി, ആ 2 ക്വസ്റ്റ്യനും സെറ്റ് ആണ്. അതുപോലെ തന്നെ സാർ എടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ ഈ കോൺവെക്സും കോൺകേവും തമ്മിലുള്ള 2 വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദ്യമുണ്ട്. നമുക്ക് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ അടക്കം കോൺകേവിന്റെ വന്നു, കോൺവെക്സിന് വന്നു, നമ്മൾ 2 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 16ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കംപ്രഷൻ റീജിയനും റെയർ ഫ്രാക്ഷൻ റീജിയനും ഒക്കെ കൃത്യമായി പരിചയപ്പെടുത്തി നമ്മളത് വരച്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. അവിടെ കാണാം മാർച്ച് ടുഡേ ഇന്ന് മോർണിംഗിൽ എടുത്ത ലൈവിലുള്ള കാര്യമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ മക്കളെ സോളിനോയിഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ആൻസർ അല്ലെ, എല്ലാത്തിന്റെ ആൻസർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രിഡിക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഷോർട്ട് ആയിട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരുന്നു. അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലെ. അടുത്തത് ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. നമ്മുടെ ദില്ല മിസ് വളരെ വ്യക്തമായിട്ട് ഈ ചോദ്യം നിങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ MS വന്ന സമയത്ത് ലൈവിൽ ഞാൻ പ്രിഡിക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. ലിവറായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്നത്. അത് അതുപോലെ തന്നെ വന്നു, അതേപോലെ വന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയ ചോദ്യമാണെങ്കിലും ഇത് കൃത്യമായിട്ട് എന്തായിട്ടുണ്ട്, ശ്രീമത് സാർ പ്രെഡിക്റ്റ് ചെയ്തു. H=V²T/R ആ ഒരു ചോദ്യം വ്യക്തമായി സാർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 12ലേക്ക് അടക്കുന്ന സമയത്ത് കണ്ടോ കളേഴ്സ് സാർ അത് കൃത്യമായിട്ട് നോക്കണേ. അത് കൃത്യമായിട്ട് അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ലാതെ സാർ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, നമ്മളിങ്ങനെ കൈവച്ച് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കറക്റ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾ ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് റൂള് സാറും ഞാനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 2-3 തവണയൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 10ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളൊരു പ്രോബ്ലം തന്നെയായിരുന്നു. ഈ പ്രോബ്ലം നമ്മൾ ഇതേ പ്രോബ്ലം നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരുന്നു, പറഞ്ഞു തന്നിരുന്നു. ഏകദേശം നമ്പർ സെയിം ആണ് അല്ലേ? ഓക്കെ, അടുത്തേക്ക് പോട്ടെ. 9ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? ഇത് ഞാനും കൃത്യമായിട്ട് പറഞ്ഞു, അതേപോലെ ദില്ല മിസും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യമായിരുന്നു വീൽ ആൻഡ് ആക്സിലിന്റെ ചോദ്യം. ഇത് ഞാൻ പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തതിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഈ ഒരു സാധനം കേട്ടോ. ഇത് കണ്ടോ, ചിത്രം അതേപോലെ തന്നെ വ്യത്യാസം മോർണിംഗ് ലൈവ്. പോയി നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ കണ്ടോ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ മാർച്ച് 2026 എന്ന് നിങ്ങൾക്ക് അതിൽ എഴുതിയത് കാണാൻ പറ്റും. പിന്നിൽ എഫക്റ്റ്. ഇനി ഇതേ ചോദ്യത്തിൽ B ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ആ ഒരു എക്സ്പെരിമെന്റ്, സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അതും കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവരുടെ 3ാമത്തെ ക്വസ്റ്റ്യനും എന്താണ്, ബ്ലൂ കളർ ഓഫ് സ്കൈ വരുന്ന ആ ഒരു സംഭവം എല്ലാം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. പിന്നെന്താണ്, ഇതും നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ. 2 ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ഒന്ന് MS പ്രെഡിക്റ്റ് ചെയ്തു, മനസ്സാരം പ്രെഡിക്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? വിർച്വൽ ഇമേജ് ഉണ്ടാക്കുന്ന ആ ഒരു ഇമേജ് ഫോർമേഷൻ. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ 2026 മാർച്ച് പബ്ലിക് എക്സാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചതാണ്. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, അവിടെ കണ്ട സോളിനോടും ബാർക്ക് മാഗ്നറ്റും അല്ല ബാർക്കാന്നും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ. ഇതും 3ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ സെറ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ 2ാമത്തെ ചോദ്യനും അതും നമ്മൾ ചെയ്തു. ഇനി 1ാമത്തെ നമ്മൾ തിയറി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് വെറും 3 ലൈവില്, വെറും 3 ലൈവ് കൊണ്ട് ഫുൾ ഡിസ്കസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ലൈവ് എന്നല്ല, പ്രഡിക്ഷൻ ലൈവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്ത് വന്നത്, ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചില ആൾക്കാരൊക്കെ വിഷമത്തിലായിരിക്കും. നമ്മളെ ക്ലാസ് കണ്ട ഒരു കുട്ടിയും എന്തുണ്ടാവില്ല, വിഷമിക്കില്ല. കാരണം 3 ലൈവും പങ്കെടുത്ത അല്ലെങ്കിൽ ക്ലാസ് കണ്ട ആൾക്കാർക്കൊക്കെ എന്തായാലും A+ കിട്ടും, ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു സംശയമില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അച്ചട്ടായി വന്നിട്ടുണ്ട്. പക്ഷേ
അതല്ലാത്തൊരു കാറ്റഗറി ആൾക്കാരുണ്ടാവും, ചെറിയ വിഷമമുള്ള ആൾക്കാരുണ്ടാവും. യെസ്. അപ്പൊ അവർക്ക് വേണ്ടി ഇത് പറയുന്നത് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് തന്നെയാണ് അല്ലേ. യെസ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ മക്കളെ. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഒന്നും ആയിരിക്കില്ല. വാല്യുവേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ, അതായത് നിങ്ങളെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത്യാവശ്യം ഒരു 10-33 മാർക്ക് ഉണ്ടല്ലോ ഒരു A+ലേക്കൊക്കെ എത്തുന്ന രൂപത്തിൽ തന്നെയായിരിക്കും ഈ വാല്യുവേഷൻ നടക്കുക. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. നമ്മൾ ടെക്നിക്കൽ ടൈം ആയിട്ട് പറഞ്ഞാൽ വാല്യുവേഷൻ എന്തായിരിക്കും, ലിബറൽ ആയിരിക്കും എന്ന് പറയാം. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വാല്യുവേഷൻ നിങ്ങൾക്ക് കൂടി ഉതകുന്ന രീതിയിൽ നിങ്ങളെ പരിഗണിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, മാർക്ക് കിട്ടും. ഭയങ്കര പ്രശ്നമാക്കിയൊന്നും ചെയ്യൂല. ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരു അഭിപ്രായമല്ല, നമ്മളെ ഈ ഒരു ഇതിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ പോകുന്ന ടീച്ചേഴ്സിനോട് സംസാരിച്ച് അവര് ഭാഗത്തുനിന്ന് വന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രോഡീകരിച്ച് നിങ്ങളൊരു കാര്യം ഇങ്ങനെ ഒരു മൂടൽ മഞ്ഞ് പോലെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ട് തന്നെ ഇരുന്നോ. ഇനിയും ഒരു കാര്യം ഞങ്ങൾ പറയാനുള്ളൂ, MS വിശ്വസിക്കുക, MS സൊല്യൂഷനുകൾ വിശ്വസിക്കുക, ക്ലാസ്സിലേക്ക് വരിക. ഇനിയുള്ള ഒറ്റ ലൈവ് പോലും മക്കൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാരും പറഞ്ഞ, എക്സ്പെഷ്യലി അനുമോദ് സാറ്, അതേപോലെ ഹിന്ദിന്റെ ജസീസ് ഒക്കെ പറഞ്ഞ ലാസ്റ്റ് ഇപ്പൊ നടന്ന ഫിസിക്സ് വരെ എക്സാക്ട്ലി കറക്റ്റ് 100% എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് പരീക്ഷ അല്ലെ, നെക്സ്റ്റ് പരീക്ഷ സോഷ്യലാണ്. സോഷ്യൽ എക്സാമിന് മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും എത്തുക, ലൈവിലേക്ക് എത്തുക. വെറുതെ എന്ത് ചെയ്യണ്ട, മാർക്ക് പോക്കണ്ട. നിങ്ങളെ പഠനം MS സൊല്യൂഷന്റെ കൂടെ തന്നെ ആക്കുക. ആരും പേടിക്കേണ്ട, വിഷമിക്കേണ്ട. നമ്മളെ എല്ലാവിധ സപ്പോർട്ടായിട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ബൈ.